guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നാടൻ രീതിയിൽ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയില്ല, എല്ലാം ശരിക്കും വറ്റൽമുളക്, മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വറുത്തരയ്ക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുകിയ തേങ്ങ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്, കാരണം കുറച്ചല്ലേ ഉള്ളൂ, ആകെ 2 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പൂ, ഒരു ചെറിയൊരു കഷ്ണം പട്ട ഉണ്ടോ, ഒരു 1/2 ഇഞ്ച് നീളത്തിൽ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5 വറ്റൽമുളക് ഞാൻ ഇതവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കളർ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളകാണെങ്കിൽ ഒരു 10 എണ്ണം ആഡ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തു, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 7 or 8 ചെറിയ ഉള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വലുതാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കുകയാണ്. വീണ്ടും ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. റോസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അരച്ചെടുക്കണം കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത്, നല്ല ഗോൾഡൻ ബ്രൗൺ നിറം വരുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നന്നായിട്ട് ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. വറുത്തരച്ച ചിക്കൻ കറി. ഇപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ വരണ മാതിരി ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ, അതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്തത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുമാതിരി കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ഞാനൊരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, ആ ഒരു സവാളയല്ലല്ലോ, ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഇതാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനൊരു ഇടികല്ല് ഒന്ന് ഇടിച്ചെടുത്തതാണ് കേട്ടോ, ചതച്ചെടുത്താണ് കേട്ടോ. ഇതും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ആണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇനി പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ആ അരപ്പും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പിനുള്ളത് അരയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക്
ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1-2 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ഒരു ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് എത്ര കുറച്ച് വെള്ളത്തോടെ വേണമെങ്കിൽ വെള്ളത്തോടെ ആക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് കറി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബാക്കിയുള്ള ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നവരെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ ഇത് വറുത്തരച്ച കറി കുറച്ച് ഗ്രേവി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടിലും നല്ല ഒഴിച്ച് കഴിക്കാനുള്ള ഇത് കിട്ടുള്ളൂ. എന്തായാലും ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. എന്നിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കും. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് തിളപ്പിക്കും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വരും. ഓക്കെ, അതിനുശേഷം കാണിച്ചു തരാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി തീ കുറച്ചിട്ട് തുറന്നു വയ്ക്കാൻ പോകണം. കാരണം തിളയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ചത്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ കളർ കേട്ടോ. നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി തക്കാളി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കുറച്ച് പുളിപ്പ് വേണം തോന്നുകയാണെങ്കിൽ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല നാടൻ കറിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.